അത് നരിയുടെ വണ്ടിയാണല്ലോ. ഭാര്യയും മക്കളെയും കാണാനില്ലെന്നാണല്ലോ നാട്ടിലെ കൊച്ചു വർത്തമാനം. പക്ഷേ ഇന്നത്തോടെ ആ ടെൻഷൻ അങ്ങ് തീർന്നു. എന്റെ വീട്ടിൽ തന്നെ കൊണ്ട് നിർത്തിയിരിക്കുകയായിരുന്നു നിന്റെ പുന്നാര മോളെ. ശിവദാസ, ഒരുപാട് നീട്ടുന്നില്ല. കാരണം നിന്റെ പോലീസ് സെക്യൂരിറ്റി ഇനി അത് കേക്കണ്ട. ഇപ്പോ ഇവിടെ വന്നിട്ട് പോയ ചിന്നു ആശുപത്രിയിൽ കിടക്കുന്ന അച്ഛന് കഞ്ഞി ഊട്ടുന്നത് കണ്ടപ്പോ ഒരു നിമിഷം മനസ്സ് നിറഞ്ഞുപോയി. നല്ല കലർപ്പില്ലാത്ത സ്നേഹമാ ചിന്നുവിന് അച്ഛനോടുള്ളത്. അപ്പോ എനിക്കൊരു സംശയം. ചിന്നു നിന്റെ മോളാണെങ്കിൽ അവളുടെ കൂടെ അവിടെ നിൽക്കുന്ന ആ മിണ്ടാനും പറയാനും പറ്റാത്ത സീത നിന്റെ കെട്ടിയവളായിരിക്കും അല്ലേ? ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അവര് രണ്ടുപേരും താമസിക്കുന്നതേ എന്റെ ഔട്ട് ഹൗസിലാ. ഈ മഹാഭാരതത്തിൽ അരക്കില്ലം ചുട്ടുകൊന്ന ഒരു കഥയുണ്ടല്ലോ, അതുപോലെ ചിലപ്പോ ഞാനും അത് ചെയ്യും. അയ്യോ വേണ്ട, വേണ്ട. ശരി, വേണ്ട. ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആ മിണ്ടാപ്രാണിയും മോളും ജീവനോടെ ഇരുന്നോട്ടെ. പകരം നീ എനിക്ക് ആ മണിമാല തരണം. ഇല്ല, ഇല്ല. ആ മണിമാല എന്റെ കയ്യിലില്ല. ആ മണിമാലയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. കൊള്ളാം. അപ്പൊ ശിവദാസൻ ആ മണിമാല എനിക്ക് തരില്ല. ഞാൻ ചോദിച്ച മണിമാല തരാത്ത സ്ഥിതിക്ക് ഞാൻ ഒരു പൂമാല ഇട്ട് തരാം. നിന്റെ ശവശരീരത്തിൽ ഇടാനുള്ള 5 അടി നീളമുള്ള ഒരു പൂമാല. അപ്പൊ ശിവദാസ, നിനക്ക് ഈ രമാദേവിയുടെ വക മുൻകൂർ ഒരു ആദരാഞ്ജലികൾ. നിന്റെ മകളും ഭാര്യയും എന്റെ വീടിന്റെ അടുക്കളയിൽ കിടന്ന് നരകിപ്പിക്കും ഈ രമാദേവി. അതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. അതൊരു മാറ്റമൊന്നുമില്ല. ശരി, എന്നാ ഞാനവിടെ വിളിക്കാം. എന്തായി കുഞ്ഞോളെ, ശിവദാസൻ അനുശോചനം അറിയിച്ചോ? സ്വന്തം മരണത്തിന്റെ അനുശോചനം നേരിട്ടറിയുന്ന ആദ്യത്തെ പരേതൻ. വധശിക്ഷ കാത്തിരിക്കുന്ന പ്രതിക്ക് പോലും ഇങ്ങനൊരവസ്ഥ ഉണ്ടായിക്കാണില്ല. എന്താ കുഞ്ഞോളെ, ഞാൻ പറഞ്ഞിട്ട് കുഞ്ഞോൾക്കെന്തോ അത്ര സൂഹിക്കാത്ത പോലെ. ശിവദാസന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടാ ഞാൻ വരുന്നത്. അത് നടന്നിരിക്കണം. ഇന്ന് രാത്രി തന്നെ ശിവദാസൻ ഈ ഭൂമി വിട്ട് പോയിരിക്കണം. അതിനുള്ള ഊരാക്കുരുക്കൊക്കെ നീ ഭദ്രം കുരുക്കി കഴിഞ്ഞു. ബാക്കിയൊക്കെ പിള്ളേർ ചെയ്തോളും. അത് മതി. വാ, കേറ്. അത് നരിയുടെ വണ്ടിയാണല്ലോ. ആര്? നരേന്ദ്രന്റെയോ? അതെ, നരിയുടെ. നരി എന്താ ഇവിടെ?
ഈ ഭദ്രേട്ടൻ ആദ്യം മുതലേ എന്നോട് പറയുന്നതാ ഈ നരിയെ സൂക്ഷിക്കണമെന്ന്. ഈ ഫുട്ബോൾ കളിയിൽ നിന്ന് പന്തടിച്ച് കളിക്കുന്നവർ ഒരു പേര് പറയുമല്ലോ കുഞ്ഞുങ്ങളെ, എന്തത്? ഫോർവേഡ്. അതാണ് നരി, ഫോർവേഡ് കളിക്കാരൻ. ഗോൾ അടിക്കുകയും ചെയ്യാം, ഗോൾ തടുക്കുകയും ചെയ്യാം. സൂക്ഷിക്കണം അവനെ. ഇത് നരി ഇറങ്ങി കളിക്കുന്ന ഒരു പാരലൽ ഗെയിമാ. നമുക്ക് പോവാം. ഇയാളെന്താ ചിന്തിച്ചു കൂട്ടുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ, ആകെ ഒരു മൂഡ് ഓഫ്. ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. എന്താ തന്റെ മുഖം ഇങ്ങനെ കടന്നിൽ കുത്തിയിരിക്കുന്നത് പോലെ? എന്തോ ഒരു പന്തികേടുള്ള പോലെ. പന്തികേടോ? എന്ത് പന്തികേട്? നമ്മളറിയാതെ ആരൊക്കെയോ അവിടെ ഉള്ള പോലെ. എന്നുവെച്ചാ ആ ഹോസ്പിറ്റലിൽ ആരൊക്കെയോ എന്തോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന പോലെ. ഒരപകടം പതിയിരിക്കുന്ന പോലെ. പരിചയമുള്ളതും കണ്ടു പരിചയമില്ലാത്തതുമായ പല പല മുഖങ്ങൾ നമ്മളെ ശ്രദ്ധിച്ചിരുന്നു. ഒരു വക്കീലും കൂടെയായി എനിക്ക് അത് വേഗം മനസ്സിലാക്കാൻ കഴിയും. ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും വഴി ഭഗവാൻ കാണിച്ചു തരാണ്ടിരിക്കില്ല. ഈശ്വര ഭഗവാനെ. രമേ, 24-ാം തീയതിയിലെ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്ത വിവരം നീ അറിഞ്ഞു? മരുമകളുടെ പരിഷ്കാരങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ അത് ഞാനും കൂടെ അറിഞ്ഞിരിക്കണം. പല രഹസ്യങ്ങളും ചുരുളഴിയാൻ പോകുന്നതേ ഉള്ളൂ. രഹസ്യങ്ങളോ? അതെ, കൊട്ടാരവുമായി ബന്ധപ്പെട്ട പല രഹസ്യങ്ങളും ഈ വീടിനകത്ത് തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഓരോന്നോരോന്നായി മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുക. പറയാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ മനുഷ്യനും മനസ്സിലാവുന്ന ഭാഷയിൽ പറയണം. ആര്, എന്ത് രഹസ്യം?